പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് വളരെ ചെറിയ ക്ലാസ് മുതൽ 8, 9, 10 ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ട് വരുന്ന ടേമാണ്. എന്താണ്? അവൈലബിൾ ആയിട്ടുള്ള ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യുന്ന ആ മാനറിന് പറഞ്ഞ പേരാണ് അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറെന്റ് ഓർബിറ്റ്, ഡിഫറെന്റ് ഷെൽസ് ഇസ് കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചത്. പിന്നെ ഷെല്ലുകൾ, സബ് ഷെല്ലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ എന്ത് പറഞ്ഞു? അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് സബ് ഷെൽസ് ഈസ് കോൾഡ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഷെല്ലുകളിൽ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ സബ് ഷെല്ലുകളിലെ അറേഞ്ച്മെന്റിനെ പറഞ്ഞ പേരാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം പഠിച്ചു കഴിഞ്ഞു. അതനുസരിച്ചിട്ട് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് വേരിയസ് ഓർബിറ്റലുകളിലാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ആറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയാൻ പോവാം. ആൻഡ് ദാറ്റ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് 3 റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ്? ഓഫ് പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പൊ ഈ 3 റൂളുകളുടെ അടിസ്ഥാനത്തിൽ ഈ 3 റൂളുകൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് പറയാം. നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു 20ഓളം എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പോവാം. 3 വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഓരോന്നും വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കിയിട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കില്ലേ ഷെൽ വൈസും സബ് ഷെൽ വൈസും കോൺഫിഗറേഷൻ അതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും ചെറിയ എലമെന്റ് വാട്ട് ഈസ് ദാറ്റ്? ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറയാം. ഓക്കെ, ഹൈഡ്രജൻ സിമ്പൽ എന്താണ്? H, അറ്റോമിക് നമ്പർ 1, which means hydrogen consisting of only 1 electron. അപ്പോൾ ഓഫ് പ്രിൻസിപ്പിൾ പ്രകാരമുള്ള ഓർബിറ്റലുകളുടെ ഇലക്ട്രോൺ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ ഓഫ് പ്രിൻസിപ്പിൾ പ്രകാരം എനർജി ഏറ്റവും കുറവുള്ള 1sലാണ് ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യുക, പിന്നെ ഈ ഓർഡറിൽ പോകും. നമ്മൾ ഇനി വീണ്ടും ഇത് പറയില്ല. എനർജി കുറവുള്ള 1s ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം 2s, then 2p, 3s, 3p, 4s, 3d, 4p, 5s ഇങ്ങനെയാണ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യപ്പെടുക. അതാണ് ഓഫ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോണെ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഒബേ ചെയ്യും. ഇനി ഹൺസ് റൂൾ എവിടെയാണ് നമ്മൾ ഒബേ ചെയ്യുന്നത്? ഹൺസ് റൂൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് 2p, 3p, 3d, 4p ഇങ്ങനെയുള്ള ഡീജനറേറ്റ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഹൺസ് റൂൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓഫ് പ്രിൻസിപ്പിൾ ഈ ഓർഡർ ശ്രദ്ധിച്ചാൽ മതി. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് കൊടുത്താൽ മതി. ഹൺസ് റൂൾ 2pയിലും 3pയിലും 3dയിലും 4pയിലും ഇലക്ട്രോൺ വരുമ്പോൾ അവിടെ നമുക്ക് ഹൺസ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ 1hന് ആകെ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതെവിടെയാണ് ഫില്ല് ചെയ്യപ്പെടുക? അത് 1sലാണ്. സോ 1, യെസ്, ഒന്നാമത്തെ ഷെല്ലിലെ, ഇതിന് മീനിങ് അറിയോ? ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ 1s ഓർബിറ്റൽ, ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ 1s ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒരു ബോക്സ് ടൈപ്പ് ആക്കിയിട്ട് വരയ്ക്കാണ്. ഓർബിറ്റലിനെ ഒരു ബോക്സ് ആക്കിയിട്ട് കാണിക്കുന്നു, ഒരു അറയാക്കി കാണിക്കുന്നു. ഓക്കെ, അത് നമ്മൾ ഓർബിറ്റൽ ടൈപ്പ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊക്കെ പറയും. ഇനി പേരെന്തായിക്കൊള്ളട്ടെ, നമ്മൾ ഈ രീതിയിലും അറേഞ്ച് ചെയ്യാം എന്ന് പഠിക്കുക. ഓക്കെ, ഇതാണ് 1s ഓർബിറ്റൽ എന്ന് വിചാരിക്കുക. അവിടെ ഒരേ ഒരു ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ നിങ്ങൾ
ഇങ്ങനെ കാണിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയി. ഓക്കെ, ആ ഇലക്ട്രോൺ ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് വൈസിലോ കറങ്ങുന്നു. ഓക്കെ, അപ്പോ 1s1 ഞാനെല്ലാം അപ്പായിട്ട് കാണിക്കുന്നു. ഓക്കെ, 1s1. അടുത്തത് രണ്ടാമത്തത് ഹൈഡ്രജൻ കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് എലമെന്റ് ഹീലിയം ഹാവിംഗ് അറ്റോമിക് നമ്പർ 2. എന്താ മീനിങ്? 2 ഇലക്ട്രോൺ ആണ് ഹീലിയത്തിലുള്ളത്. ഓക്കെ, ആ 2 ഇലക്ട്രോൺ എവിടെ ഓക്യുപൈ ചെയ്യുന്നത്? ഒന്നാമത്തെ ഷെല്ലിൽ ആദ്യം പോകണം, അത് ഫില്ലായാൽ രണ്ടാമത്തെ ഷെല്ലിൽ. ഒന്നാമത്തെ 1sലേക്ക് ആദ്യം പോകണം, അത് ഫില്ലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓർബിറ്റലിലേക്ക് പോകണം. ഓക്കെ, അപ്പോ നിങ്ങൾക്കറിയാം 1sൽ പരമാവധി 2 പിടിക്കുമല്ലോ, അതുകൊണ്ട് ആ 2 1sൽ തന്നെ ഓക്യുപൈ ചെയ്യും. ഓക്കെ, 1s2. അപ്പൊ അങ്ങനെ ബോക്സ് ടൈപ്പ് കാണിക്കൂ. ഇതാണ് ബോക്സ് ടൈപ്പ് 1s2. അതെങ്ങനെ കാണിക്കുന്ന അറിയാവോ? ഇനി അവിടെ പിന്നെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാണിക്കണം. 2 ഇലക്ട്രോൺസ് ഓക്യുപൈ ചെയ്യും, ആ 2 ഇലക്ട്രോൺസിന്റെ സ്പിൻ ഒരുപോലെ ആവാൻ പാടില്ല. ഇതാ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ആ 2 ഇലക്ട്രോൺസ് നിങ്ങൾ 2 അപ്വേർഡ് ആരോയോ ഡൗൺവേർഡ് ആരോ ആയിട്ട് കാണിക്കരുത്. പിന്നെ 1 അപ്വേർഡ് ആരോ 1 ഡൗൺവേർഡ് ആരോ, 1 ക്ലോക്ക് വൈസ് 1 ആന്റി ക്ലോക്ക് വൈസ്. അത് ഫുൾ ആരോ കാണിക്കണമെന്നില്ല, ഇങ്ങനെ ആക്കിയാലും മതി, ഇങ്ങനെ കാണിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഹീലിയത്തിന്റെയും കാണിച്ചു. നെക്സ്റ്റ് മൂന്നാമത്തത് ലിഥിയം. 3 ലിഥിയം. ഓക്കെ, ലിഥിയത്തിന്റെ കേസിൽ ഇലക്ട്രോൺ 3 ഇലക്ട്രോൺസ് ഉണ്ട്. എങ്ങനെ ഫിൽ ചെയ്യും? ആദ്യം 1sൽ എത്ര ഇലക്ട്രോൺ? 2 ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി ഒന്നില്ലേ, ആ 1 എവിടെ പോകണം? ആ 1 2sലേക്ക് പോകണം, 2s. ഓക്കെ, ബാക്കി ഒന്നാണുള്ളത്, ആ 1 2sൽ പോയിട്ട് ഓക്യുപൈ ചെയ്യും, 2s1. ഇത് കോമ എടുത്ത് വേർതിരിക്കരുത്, അങ്ങനെയില്ല. എങ്ങനെ വായിക്കണം എന്നറിയാം? 1s2 2s1 വായിക്കണം. 1s2 2s1. ഓക്കെ, ഇനി ഇതിന്റെ ബോക്സ് ടൈപ്പ് ഓർബിറ്റൽ ഓർബിറ്റൽ ഡയഗ്രാം. ഇത് 1s, ഇത് 2s. ഓക്കെ, 1sൽ 2 ഇലക്ട്രോൺ, അങ്ങനെ ഓപ്പോസിറ്റ് സ്പിൻസ്. 2sൽ 1 ഇലക്ട്രോൺ. ഓക്കെ, ക്ലിയർ? ഇനിയില്ല, ഇതിനെ വേറൊരു ടൈപ്പിൽ കൂടി കാണിക്കുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ 1s2 എന്ന് പറയുന്നത് കേൾക്കണേ, 1s2 എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഹീലിയം നോബൽ ഗ്യാസാണ്. അപ്പൊ നമ്മൾ നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ആദ്യം കാണിക്കും. അതായത് ഇത് 1s2 എന്നുള്ളത് ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കാണിക്കുക. ഇങ്ങനെ കാണിച്ചാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഹീലിയത്തിന്റെ കോൺഫിഗറേഷനാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 2s1 ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്തായിട്ട് കാണിക്കുക, 2s1. ആക്ച്വലി ഇതെന്താണ്? ഇത് വാലൻസ് ഷെല്ലാണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ കോൺഫിഗറേഷൻ മാത്രമേ ഇരുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ കോൺഫിഗറേഷൻ മാത്രമേ ഇരുന്നു. അതിന് മുമ്പുള്ളത് ഒരു നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആണ്. അതൊരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കാണിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ രീതി. ഇവിടെ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല നമുക്ക്. ഇവിടെ പിന്നെ ഇതെന്താ പറയുക, നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഇല്ല അവിടെ. ഓക്കെ, ഇനി 4. നാലാമത്തേതാണ്? നാലാമത്തത് ബെറിലിയം. ഓക്കെ, അവിടെ എങ്ങനെ എഴുതാം? 1s2 ഇനി 2 കൂടി ബാക്കിയില്ലേ, എങ്ങനെ എഴുതും? 1s2 2s2. ഓക്കെ, ബോക്സ് ടൈപ്പ് സിമ്പിൾ 2 എണ്ണം. 1sൽ 2 എണ്ണം, 2sൽ 2 എണ്ണം. ഓപ്പോസിറ്റ് സ്പിൻ അല്ല, 2 എണ്ണം വരും. ഒരു ഓർബിറ്റൽ 2 എണ്ണം വരുമ്പോൾ ഓപ്പോസിറ്റ് സ്പിൻ ആയിട്ട് കാണിക്കണം. പിന്നെ എങ്ങനെ നോബൽ ഗ്യാസ് വെച്ചിട്ട് എഴുതാം? അങ്ങനെ ഇത് ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ. സോ ഹീലിയം, then outermost configuration 2s2. ഓക്കെ അല്ലേ കുഞ്ഞോളെ? ഇനി 5ാമത്തത് 5 ബോറോൺ. ഇനി മുതൽ അങ്ങോട്ട് പിയിലേക്ക് ഇലക്ട്രോൺസ് വരും. കാരണം ബെറിലിയം ആകുമ്പോൾ ഹീലിയത്തിലേക്ക് ആകുമ്പോൾ 1s ഫില്ലായി, ബെറിലിയം ആകുമ്പോൾ 2s ഫില്ലായി. 2s കഴിഞ്ഞാൽ പിന്നെ 2pയിലേക്ക് ഇലക്ട്രോൺസ് പോവാണ്. ഓക്കെ, നമുക്കത് എഴുതാൻ പോവാണ്. 5 ബോറോൺ. എങ്ങനെ? 1s2 2s2 4 എണ്ണം. ഇനി ബാക്കി ഒന്നില്ലേ, ആ ഒന്ന് എവിടെ പോകണം? ഓപ്പോ പ്രിൻസിപ്പിൾ പ്രകാരം 2pയിലേക്ക് പോകണം. 2p1 അല്ലെ? 2p1
2p1. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ബോക്സ് ടൈപ്പിൽ കാണിക്കാം. ശ്രദ്ധിച്ചോളാം. 1s അതിൽ 2 എണ്ണം, 2s അതിൽ 2 എണ്ണം. ഓക്കെ, 2p. ഇനി നമ്മൾ അവിടെ ആൻസർ apply ചെയ്യണം. 2p is a degenerate set. Okay, that means it is consisting of 3 orbitals having the same energy. Okay, ഏതൊക്കെയാണത്? 2px, 2py, 2pz. അപ്പൊ ഇതിൽ ഒരു ഇലക്ട്രോൺ ഇല്ല, ആ ഇലക്ട്രോൺ നിങ്ങൾ ഇവിടെ ഓക്യുപൈ ചെയ്യിപ്പിക്കണം. ഓക്കെ, അവിടെ അതെവിടെ പോകും? 3 ആണ്. എവിടെ പോകും? ഏതിൽ വേണമെങ്കിലും പോകാം, കാരണം 3നും സെയിം എനർജി ആണ്. സോ ഞാൻ ഇവിടെ ഇരുന്നു, ഇനി ഇവിടെ എഴുതി കഴിഞ്ഞാൽ തെറ്റില്ല, അത് ശരിയാണ്. ഓക്കെ, ഇനി എന്താണ് 1s2 എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ ആണ്. സോ ഹീലിയം നമുക്ക് നിങ്ങൾ എഴുതുന്ന സമയത്തുണ്ടല്ലോ മക്കളെ, വേറെ ഒരു ബോക്സ് ആയിട്ട് കാണിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഒരു കോളം, ബോക്സ് ടൈപ്പിന്റെ വേറൊരു കോളം, പിന്നെ എന്താ പറയാ, പിന്നെ നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ളത് 3ാമത്തെ ഒരു കോളം, അങ്ങനെ ആക്കി എഴുതാം. അല്ലെങ്കിൽ 2 കോളത്തിലാക്കി എഴുതാം. ഒന്നാമത്തെ കോളത്തിൽ ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പിന്നെ ബോക്സ് ഡയഗ്രാമും, 2ാമത്തെ കോളത്തിൽ പിന്നെ എന്താ പറയുക ഇലക്ട്രോണിക് നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 2 കോളാണ് നല്ല എത്ര മതി. ഓക്കെ, ഇവിടെ എങ്ങനെ എഴുതും? അപ്പോ നമ്മൾ ലിഥിയത്തിന്റെ കേസിൽ ഇങ്ങനെ എഴുതാം. ലിഥിയത്തിന്റെ കേസിൽ ഹീലിയം 2s1. ഓക്കെ, ഇവിടെ ഹീലിയം 2s2. ഓക്കെ, ഇവിടെ 1s2 ഹീലിയം ആണ്. ഹീലിയം 2s2 2p1. നോബൽ ഗ്യാസ് കഴിഞ്ഞിട്ട് പുറത്തുള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഓക്കെ കോൺഫിഗറേഷൻ. 2ാമത്തെ ഷെല്ലിന്റെ ഇതിവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ചെയ്ത 2 അല്ലേ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്തായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 5 വരെ. അപ്പൊ ബോർഡിൽ നിന്ന് നമ്മൾ എന്താ പറയാ പി സബ്ഷെല്ല് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അതായത് പി സബ്ഷെല്ലില് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതേപോലെ നിങ്ങൾക്ക് 6 കാർബൺ, 6 കാർബൺ, 7 നൈട്രജൻ ഇങ്ങനെ എഴുതിട്ട് പോവാം. ഞാനത് എന്താ പറയാ എല്ലാം ഒരുമിച്ച് തന്നെ എഴുതുന്നു. വേറെ എഴുതാൻ നിന്നാൽ നമുക്ക് സമയം കുറെ വേസ്റ്റ് ആകും. അതുകൊണ്ട് 6 കാർബൺ എന്തായിരിക്കും കോൺഫിഗറേഷൻ? 6 കാർബൺ 1s2 2s2 2p2 അല്ലെ, 1s2 2s2 2p2. അപ്പോ ബോക്സ് ടൈപ്പ് ആണെങ്കിൽ 1s-ൻ്റെത് 2s-ൻ്റെത് 2p-യിലെ 3 എണ്ണം. ഓക്കെ, 1s-ൽ 2 ഇലക്ട്രോൺസ്, 2s-ൽ 2 ഇലക്ട്രോൺസ്, 2p-ൽ 2 ഇലക്ട്രോൺ. 2p അതേതൊക്കെയാണെന്ന് താഴെ എഴുതണം കേട്ടോ. 2px അത് മുകളിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 2px 2py 2pz 2px 2py 2pz. ഓക്കെ, 2px-ൽ 1 2py-ൽ 1. അതെങ്ങനെ എഴുതണം? ഇങ്ങനെ അതാണ് ആംസ്ട്രോങ്ങിന്റെ 2ാമത്തെ പോയിന്റ് പറയുന്നത്. ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുമ്പോൾ ഓരോന്ന് കൊടുക്കണം. അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലേ പെയർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഓരോന്ന് കൊടുക്കുമ്പോൾ ഇതെല്ലാം അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഇതൊന്നും പെയർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇല്ലല്ലോ, ഇതെല്ലാം അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസിന് പാരലൽ സ്പിന്നും ആണ്. അതായത് ഒന്ന് അപ്പ് ആണെങ്കിൽ മറ്റേത് അപ്പ് തന്നെ. ഇത് ഡൗൺ ആയിട്ട് കാണിക്കുന്നത് ഇത് ഡൗൺ ആയിട്ട് തന്നെ കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഹീലിയം 2s2 2p2. ഇനി ഞാൻ ഇവിടെ മാത്രം വായിക്കുന്നു. ഇനി കൊണ്ട് വേറെ എഴുതുന്നില്ല, അല്ല ഇതിലൊക്കെ തന്നെ ഫില്ല് ചെയ്യാണ്. 7 നൈട്രജൻ. അപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. 1s2 2s2 2p3 അല്ലെ, 2p3 1s2 2s2 2p3 ൽ 1
1 2 3. ഓക്കെ, 3 പാരലൽ സ്പിന്ന്. അടുത്തത് അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? 2p3. അടുത്തത് 8 ഓക്സിജൻ. എങ്ങനെ വരും? ആദ്യം 1s 2 എണ്ണം, പിന്നെ 2s ഫില്ലായി, പിന്നെ 2p 4 എണ്ണം, 2p4. ഓക്കെ, ബോക്സിൽ 2 4 എണ്ണം ഉണ്ട്. 1 2 3 മൂന്നിൽ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഒന്ന് ബാക്കിയുണ്ട്, അത് പെയർ ചെയ്യിപ്പിക്കുക. പെയർ ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ആയി. ആ 2 ഇലക്ട്രോണുകളുടെ സ്പിൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ എഴുതും? 1s2 which is helium, 2s2 2p4. ഓക്കെ, ഇനി 9 ഫ്ലൂറിൻ. ഓക്കെ, എങ്ങനെ വരും? 1s2 2s2 2p5. 2 2 1 2 3 4 5. അങ്ങനെ കൊടുക്കേണ്ടത് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4 5. ഓക്കെ, ഇവിടെ എങ്ങനെ വരും? ഹീലിയം 2s2 2p5. ഓക്കെ, ഇനി 10 നിയോൺ. 1s2 2s2 2p5. കേൾക്കുന്നുണ്ടോ? 1s2 2s2 2p5. p5 എന്നുള്ളത് 2p6 ആണ്. 2 4 ഇനി 6 എണ്ണം ഫില്ല് ചെയ്യണം. 1 2 3 4 5 6. ഇവിടെ എങ്ങനെ വരും? ഹീലിയം 2s2 2p6. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ 10ലേക്ക് എത്തുമ്പോൾ 2p ഫില്ലായി. ഓക്കെ, ഹീലിയത്തിലേക്ക് എത്തുമ്പോൾ 1s ഫില്ലായി. ബെറിലിയത്തിലേക്ക് എത്തുമ്പോൾ 2s ഫില്ലായി. 10ാമത്തെ നിയോണിലേക്ക് എത്തുമ്പോൾ 2p ഫില്ലായി. ഇനി അടുത്ത 11ാമത്തെ മുതൽ 3s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. എൻ്റർ ചെയ്യാൻ തുടങ്ങും. 11ാമത്തെ എലമെന്റ് മുതൽ 3s ഇലക്ട്രോൺ എൻ്റർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി ഓർമ്മിക്കേണ്ടത് ഹീലിയം കഴിഞ്ഞ ശേഷമുള്ള നോബൽ ഗ്യാസ് ആണ് നിയോൺ. ഓക്കെ, അതെന്തുകൊണ്ട് പറയുന്നത് അടുത്തത് പറയുമ്പോൾ ക്ലിയറാവും. 11ാമത്തെ, അത് ഞാൻ പറഞ്ഞ് കാണിക്കുന്നു. 11ാമത്തെ സോഡിയം എങ്ങനെ എഴുതാം? 1s2 കേൾക്കണേ, 1s2 2s2. ഓക്കെ, 1s കംപ്ലീറ്റ് ആയി, 2s കംപ്ലീറ്റ് ആയി, 2p6 2p കംപ്ലീറ്റ് ആയി. ഇനി 3s ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. 3s എത്ര എണ്ണം ഉണ്ടാവും? 1 ഒരു ഇലക്ട്രോൺ. 11 അല്ലേ എഴുതി, 10 ആയി. 11ാമത്തെ ഇലക്ട്രോൺ 3s1. ഇനി ബോക്സ് ടൈപ്പ് എങ്ങനെ കാണിക്കാം നോക്കിക്കോ. 1s 2s 2p 3 എണ്ണം, 3s അതിന്റെ താഴെ ഇരുന്നാണ് നല്ലത് കേട്ടോ. അപ്പൊ ഇത് 2p 2px 2py 2pz. ഓക്കെ, 1s 2 2s 2 2p 6 1 2 3 4 5 6 3s. ഇനി ഈ വെച്ചിട്ട് എഴുതണ്ട. ഇതുവരെ നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പോ എന്താ പറയാ, 11ന് തൊട്ട് മുമ്പുള്ള നോബൽ ഗ്യാസ് 10ാമത്തെ നിയോണാണ്. അതിന് മുമ്പുള്ള ഹീലിയം വെച്ചിട്ട് എഴുതേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? 10 വരെയുള്ള തൊട്ട് മുമ്പത്തെ നോബൽ ഗ്യാസ് ഹീലിയമാണ്. 10 കഴിഞ്ഞാൽ തൊട്ട് മുമ്പുള്ള നോബൽ ഗ്യാസ് നിയോണാണ്. അപ്പൊ 10 കഴിഞ്ഞതിന് ശേഷമുള്ള കോൺഫിഗറേഷൻ നിയോൺ വെച്ചിട്ട് എഴുതാൻ മതി. അതായത് നിയോണിന്റെ കോൺഫിഗറേഷൻ അതിന്റെ കൂടെ 3s1. അതായത് 11 10 നിയോണിന്റെ കോൺഫിഗറേഷൻ ഇക്വിവാലന്റാണ്. ലാസ്റ്റ് ഒരു ഇലക്ട്രോൺ കൂടി വന്നപ്പോൾ അത് 3s എൻ്റർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയറായി. ഇനി 12ാമത്തത് ആരാണ്? 12ാമത്തത് മെഗ്നീഷ്യമാണ്. 12 മെഗ്നീഷ്യം എങ്ങനെ എഴുതും? 2 4 10 2 4 10 ബാക്കി 2 എണ്ണം അതവിടെ പോകും. 3s 2 എണ്ണം കൊടുക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 2
ഇവിടെ 2, ഇവിടെ 6, ഇവിടെ എത്ര വരും? ഇവിടെ രണ്ടാമത്തെ ഒന്നുകൂടി വരും. കോൺഫിഗറേഷൻ ഇവിടെ എങ്ങനെ വരും? 3s2. This is magnesium. അപ്പൊ നമുക്ക് 3s ലേക്ക് 2 ഇലക്ട്രോൺ ആയില്ലേ? 3s ന് പരമാവധി 2 ഇലക്ട്രോൺസ് അല്ലേ പിടിക്കുള്ളൂ. അപ്പൊ 1s ഫില്ലായി, 2s ഫില്ലായി, 2p ഫില്ലായി, 3s ഫില്ലായി. അപ്പൊ മെഗ്നീഷ്യത്തിലേക്ക് എത്തുമ്പോൾ 3s ഫില്ലായി. ഇനി അടുത്തതിലേക്ക് പോകണം ഉണ്ട്, അടുത്തതിലേക്ക് പോകണം 3p പോകണം. ഓക്കെ, അപ്പൊ 13ാമത്തത് അലുമിനിയം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2. ഇപ്പൊ എത്രയായി? ഇപ്പൊ 12 ആയി. 2, 4, 10, 12. അടുത്തതിലേക്ക് പോകണം 3p. 3p അപ്പൊ 3p ഇലക്ട്രോൺസ് എത്രയാണ് തുടങ്ങും. ഓക്കെ, 2s ഇലക്ട്രോൺ എത്രയാണ് തുടങ്ങുന്നത്? ലിഥിയത്തിൽ നിന്നാണ് ബെറിലിയത്തിലേക്ക് എത്തുമ്പോൾ ഫില്ലായി. 2p ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത് ബോറോണിൽ നിന്നാണ്. നിയോണിലേക്ക് എത്തുമ്പോൾ 2p ഫില്ലായി. 3s ഇലക്ട്രോൺ എത്രയാണ് തുടങ്ങുന്നത്? സോഡിയത്തിൽ നിന്നാണ്. മെഗ്നീഷ്യത്തിലേക്ക് എത്തുമ്പോൾ 3s ഫില്ലായി. ഓക്കെ, ഇനി അലുമിനിയത്തിൽ നിന്നാണ് 3p ഇലക്ട്രോൺ എത്രയാണ് തുടങ്ങുന്നത്. അത് എവിടേക്ക് എത്തുമ്പോൾ ഫില്ലാവും നമുക്ക് നോക്കാം. ഇതിലേക്ക് 6 പിടിക്കുമ്പോഴല്ലേ ഫില്ലാവുക. അപ്പൊ അടുത്ത 6 എലമെന്റ്സ് വരെ 3p ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ഉൾപ്പെടെ അടുത്ത 6 എലമെന്റ്സ്. ഓക്കെ, അലുമിനിയം ഉൾപ്പെടെ 6 എലമെന്റ്സ് 3p ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോ ബോക്സ് ടൈപ്പ് കാണിക്കാമല്ലോ. അപ്പൊ ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല, കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം അറിയാം. ഇനി ഇതൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ വേറെ കാണും കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഇത് മാത്രം കാണിച്ചാൽ മതിയല്ലോ, 3p മാത്രം കാണിച്ചാൽ മതിയല്ലോ. ഓക്കെ, ബാക്കി ഇതിന് മുമ്പുള്ള എല്ലാം ഇതേപോലെ തന്നെ കേട്ടാ. ഇത് 2px അല്ല, 3px, 3py, 3pz. ഓക്കെ, എന്താണ് കോൺഫിഗറേഷൻ? എങ്ങനെ ചെയ്തു? 1. ഓക്കെ, ഇവിടെ എങ്ങനെ ചെയ്തു? ഇതുവരെ ഇതാരാണ്? നിയോണാ. ഓക്കെ, 10 നിയോണ്. പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെൽ 3-ലെ 2 3s2, 3-ലെ s-ഉം 3-ലെ p-യും 3p1. ഓക്കെ, ഇനി ഇതേപോലെ 14ാമത്തെ സിലിക്കൺ. 14 സിലിക്കൺ വരുമ്പോൾ എന്താകും? 14 സിലിക്കൺ വരുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ആകും. 2 ഇവിടെ എന്താവും? 2. ഓക്കെ, 15 ഫോസ്ഫറസ്. ഇവിടെ എന്ത് വരും? 3p3. ഓക്കെ, ഇവിടെ 3ാമത്തത് വരും. ഇവിടെ എന്ത് വരും? 3. ഓക്കെ, ഇനി 16 സൾഫർ. ഇവിടെ എന്ത് വരും? ഇവിടെ 4 വരും. ഇവിടെയോ 4ാമത്തെ ഇലക്ട്രോൺ ഇവിടേക്ക് എന്ത് വരും? ഇവിടെ 4. ഓക്കെ, ഇനി 17 ക്ലോറിൻ. ഇവിടെ എന്ത് വരും? 5 വരും. ഓക്കെ, 5ാമത്തെ ഇലക്ട്രോൺ ഇവിടെ എന്ത് വരും? ഇവിടെ 3p5. ഇനി 18 ആർഗൺ. ഇതെങ്ങനെ വരും? ഇവിടെ 6, 6ാമത്തെ ഇലക്ട്രോൺ ഇവിടെ എന്ത് വരും? അങ്ങനെ 3p ഫിൽ ആവും. 18ാമത്തെ ആർഗണിലേക്ക് വരുമ്പോൾ 3p ഫിൽ ആവും. ഈ 18ാമത്തെ ആർഗൺ അതൊരു നിയോൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത നോബൽ ഗ്യാസ് ആണ് ആർഗൺ. ഓക്കെ, അപ്പൊ 18 വരെ ഇല്ലായി. 18 വരെ ആകുമ്പോഴേക്ക് 18ാമത്തെ എലമെന്റ് ആകുമ്പോൾ 3p ഫില്ലായി. ഇനി അടുത്തത് പോകുന്നത് എവിടേക്കാണ്? അടുത്തത് പോകുന്നത് 3Dയിലേക്കല്ല, 3ാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസും പിയും ഡി. പക്ഷേ 3s ഫില്ലായിട്ട് 3p ഫില്ലായിട്ട് അതേ ഷെല്ലിലെ 3D സബ് ഷെല്ലിലേക്കല്ല പോകുന്നത്. അടുത്ത ഷെല്ലിലെ സബ് ഷെല്ലായിട്ടുള്ള ആ സബ് ഷെല്ലിലെ 4s ഓർബിറ്റലിലേക്കാണ്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഞാനിനി ഇതൊക്കെ വായിക്കാണ്. ഇപ്പൊ തീരുട്ടോ. നമുക്ക് ആ 3Dന്റെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ എന്താ പറയുക, കോൺഫിഗറേഷൻ നിർത്താം. ആ 3Dയിലേക്ക് എൻട്രി ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്. ബാക്കി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ അടുത്തത് 18ആയി. 19ാമത്തത് പൊട്ടാസ്യം. അപ്പൊ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2, 3p6,
ഇപ്പൊ 18 ഇനി അടുത്തത് ഏതായി? അടുത്തത് എന്തിലേക്കാണ് പോകുന്നത്? 3p കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് 4sലേക്കാണ്. പക്ഷേ നിങ്ങൾ എഴുതുന്ന സമയത്ത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഈ മൂന്നാമത്തെ ഷെല്ലിലെ 3D അവിടെ എഴുതണം. അത് കഴിഞ്ഞിട്ട് 4s എഴുതിയാൽ മതി. 3D എഴുതി കഴിഞ്ഞ ശേഷം 4s എഴുതിയാൽ മതി. ഓക്കെ. ഈ 3p കഴിഞ്ഞിട്ട് 3D എഴുതുന്നുണ്ട് എങ്കിൽ, അതായത് നമ്മൾ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലെ എല്ലാ സബ്ഷെല്ലുകളും ഒന്നിച്ച് എഴുതും. 4s കഴിഞ്ഞിട്ട് 3D എഴുതണ്ട. 3D എഴുതിയിട്ട് 4s എഴുതുക. പക്ഷെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഇവിടേക്കാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോൺ ഇല്ല. 3D 0 4s 1 അങ്ങനെ നമ്മൾ എഴുതാം. അങ്ങനെ 1s2 2s2 2p6 3s2 3p6 3D 0 4s 1. ഓക്കെ. ഇപ്പൊ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 3D എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രോൺ ഇവിടെ എൻ്റർ ചെയ്യുന്നില്ലല്ലോ. ചില ടെക്സ്റ്റുകളിൽ അത് എഴുതിയിട്ട് കാണില്ല. അപ്പൊ എഴുതി കണ്ടില്ല എന്നുള്ളതുകൊണ്ട് തെറ്റല്ല. ഇലക്ട്രോൺ എൻ്റർ ചെയ്യാത്തത് കൊണ്ട് എഴുതുന്നില്ല എന്ന് എഴുതും. ഇലക്ട്രോൺ എൻ്റർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ 3D എഴുതേണ്ടത് മുമ്പിലാണ്. 3D 0. ഇപ്പൊ ഞാനിവിടെ എഴുതുന്നു. അത് പിന്നീട് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നു. ഓക്കെ. 4s ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ 3Dയിലേക്കല്ല എൻ്റർ ചെയ്യേണ്ടത്. ആ 3D എവിടെ എഴുതണം? 4s കഴിഞ്ഞിട്ട് രണ്ടായിട്ട് മുമ്പേ എഴുതണം. എഴുതുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിനേക്കാൾ എനർജി കുറവാണ് ഇതിന് അർത്ഥമില്ല. എനർജി കുറവ് 4sനാണ്, 3Dക്ക് എനർജി കൂടുതലാണ്. എഴുതുന്ന സമയത്ത് ഒരേ ക്വാണ്ടം നമ്പറിലുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലുള്ളതെല്ലാം അടുത്തടുത്ത് എഴുതുന്നു മാത്രം, വേറൊന്നുമില്ല. ഓക്കെ. ഇനി ബോക്സ് ടൈപ്പ് വരയ്ക്കുമ്പോൾ ഇത് ഫില്ലായി ഇത് ഫില്ലായി ഇത് ഫില്ലായി ഇത് ഫില്ലായി ഇത് ഫില്ലായി ഇത് വരക്കണമെന്നില്ല. ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് വരക്കണമെന്നില്ല. ദെൻ 4sൽ 1. ഓക്കെ. 4sൽ 1. ഇനി ഇതുവരെ ഉള്ളത് 1s2 2s2 2p6 3s2 3p6 അതെന്തിൻ്റെയാണ്? അത് ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ്. 18 അല്ലേ? 2 4 10 12 18. അപ്പോൾ ഇത് ആർഗണിന്റെ കോൺഫിഗറേഷൻ 3D 0 4s 1. അല്ലെങ്കിൽ 3D ഒഴിവാക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല. അടുത്തത് 20ാമത്തത് കാൽഷ്യം. 20ാമത്തത് കാൽഷ്യം. അവിടെ എങ്ങനെ? ഇത് ഫുള്ള് ഫില്ലായി. അടുത്തത് 2 ഇലക്ട്രോൺ കൂടി ഇല്ലേ? 2 ഇലക്ട്രോൺ എവിടേക്ക് പോകും? 4sലേക്ക് പോകും. സോ 4sൽ 2 എണ്ണം വരും. ഇവിടെ 4s 2. ഓക്കെ. അപ്പോ കാൽഷ്യത്തിന്റെ കൂടെ ക്ലിയർ ആയി. ഇനിയാണ് അപ്പൊ എന്തായി? 4s ഫില്ലായി. ഇതും ഫില്ലായി. 3p കഴിഞ്ഞിട്ട് 4s ഫില്ലായി. ഇനി അടുത്തതിലേക്ക് പോകും. ഇനി പോകുന്നത് 3Dയിലേക്കാണ്. ഓക്കെ. ഇനി പോകുന്നത് 3Dയിലേക്കാണ്. 21ാമത്തെ സ്കാൻഡിയം. 21ാമത്തെ സ്കാൻഡിയം. അതിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾ ഇത് നോക്കിക്കോ. 1s2 കേൾക്കണം. 1s2 2s2 2p6 3s2 3p6. ഇപ്പൊ 18 ആയില്ലേ? ബാക്കി 3 എണ്ണം ഇല്ലേ? അതെവിടെ പോകണം? 3 എണ്ണം എങ്ങനെ നോക്കണം? 4sൽ 2 എണ്ണം 20. ഈ ഒന്നുണ്ട്. അതെവിടേക്ക് പോകും? അത് 3Dയിലേക്ക് എൻ്റർ ചെയ്യും. 3D 1. ഓക്കെ. 4s കഴിഞ്ഞിട്ട് 3Dയിലേക്ക്. ഓക്കെ. എഴുതുമ്പോൾ മുമ്പിൽ എഴുതണം. ഓക്കെ. അപ്പൊ എന്തായി? 1s2 2s2 2p6 3s2 3p6 3d1 4s2. വായിക്കുമ്പോൾ അങ്ങനെ വായിക്കും. പക്ഷെ ആദ്യം ഫില്ല് ചെയ്തത് 4sലാണ്. ഓക്കെ. ആദ്യം ഫില്ല് ചെയ്തത് 4sലാണ്. ഓക്കെ. ഓക്കെ. നമ്മൾ എഴുതുമ്പോൾ ഇത് ഫസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്തത് ഇവിടെയാണ്. ഓപ്പോ പ്രിൻസിപ്പിൾ പ്രകാരം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിന്റെ ബോക്സ് ടൈപ്പ് കാണിക്കാം. ഇനി 3D നിങ്ങൾ വരക്കണം. ഓക്കെ. ഇതൊന്നും ഇനി ഞാൻ വരക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഇനി 3Dയിൽ എന്താണ്? 3Dയിൽ 5 എണ്ണം ഉണ്ട്. 1 2 3 4 5. ഓക്കെ അല്ലേ? 4s. ഇത് പേര് ഏരിയയിലെ കുഴപ്പമൊന്നുമില്ല. കുറെ ലെങ്തി ആയതുകൊണ്ട് ഏരിയയിലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പേര് അറിയാവും, നിങ്ങൾക്ക് പേര് അറിയാവുന്നതാണ്. 3DXY 3DYZ 3DXZ 3DY2 X2 Y2 3DZ2. ആ പേര് എഴുതി 1-2 പ്രാവശ്യം എഴുതിയാൽ നിങ്ങൾക്ക് നല്ലതാണ്, ഓർമ്മയിൽ വരും. അപ്പൊ ഇതിൽ എവിടെ വേണമെങ്കിലും ആ 1 ഇലക്ട്രോൺ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. എന്തുകൊണ്ട്? അതിന് ഒരേ എനർജിയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ എഴുതേണ്ട രീതി എങ്ങനെ മനസ്സിലായല്ലോ? ഫസ്റ്റ് ഫില്ല് ചെയ്തത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോർമൽ ഗ്യാസ് വെച്ചിട്ടുള്ള ചെയ്യാം. ആർഗൺ. ഇതുവരെ ആർഗൺ
then 3d1 4s2 3d1 4s2 ഓക്കെ. ഇനി 22ാമത്തെ ടൈറ്റാനിയം വരുമ്പോൾ എന്താവും? 22 ടൈറ്റാനിയം എന്താവും? 3d2 4s2 3d 3p6 4s2 3d2 ഓക്കെ. അതിവിടെ വരും. ഓക്കെ 3d2. ഇനി 23ാമത്തെ വനേഡിയം 23 വനേഡിയം അതെവിടെ വരും? ആദ്യം ഇവിടെ വരും. 3ാമത്തെ ഓക്കെ. സോറി, ഇങ്ങനെയാണ് പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. ക്ലിയറായോ? സംശയമില്ലല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.